ഇന്നത്തെ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് രാവിലത്തെ പണി സ്റ്റാർട്ട് ചെയ്യാം. ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി അടുത്ത് തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ബീറ്റ്റൂട്ട് തോരനാകാണെങ്കിൽ തേങ്ങ സവാള വെക്കുക. രാവിലെ ചോറും കറിയാക്കുന്നുണ്ട്. ദോശ കലക്കി വെച്ചിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ദോശ ചൂടണം. ഏട്ടന് ചോറ് കൊണ്ടുകൊണ്ടുകൊണ്ട് നമുക്ക് കറിയെല്ലാം ആക്കിയിട്ട് ദോശ ചൂടാൻ നിന്നാൽ കുറേ സമയം പോകും. ഇതായി കഴിഞ്ഞ് നമുക്ക് ദോശ ചൂടാം. നമുക്ക് സമാധാനത്തിൽ ചൂടാം. ഇല്ലേ ചോറാവൂലേ കറിയാവൂലേ എന്നൊരു ടെൻഷന്. ഉണക്കമീനും തക്കാളി കറിയാണ് വെക്കുന്നത്. ഉണക്കും തക്കാളി കുറച്ച് മതി. നമുക്കിന്ന് വീഡിയോ എടുത്തിരുന്ന നമ്മളെ ഗീതകുട്ടനാണ്. ഗീതകുട്ടൻ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ പഠിക്കാൻ എണീക്കുന്ന അതിൻ്റെ കുറച്ച് നേരം നമുക്ക് വീഡിയോ എടുത്ത് തരും. അല്ല നീയതെ രാത്രി അടിച്ചാൽ തോന്നല്ലേ. ഞാനിത് ഇടുന്ന നല്ല എരിഞ്ഞ് ഉണക്കും തക്കാളിയും കറി വെക്കാൻ വേണ്ടി ബീറ്റ്റൂട്ട് തോരനും പോലെ അതിനങ്ങനെ ഉണ്ടാവില്ലാന്ന് തോന്നുന്നത്. അതിൻ്റെ നോക്കിയിട്ട് കറിയില്ല. വെള്ളത്തിലിട്ട് വെക്കണം പോകാൻ വേണ്ടി. പക്ഷേ അത് കണ്ടിട്ട് ഉപ്പുള്ള കഷ്ണമൊന്നുമില്ല. സവോളയും തക്കാളിയും അരിഞ്ഞെടുക്കട്ടെ കൂട്ടുകാരെ. 5 മണി ആയില്ലേ? 5 മണി കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉറങ്ങാൻ പോകുന്നു. ഏട്ടൻ്റെ പണിയെങ്കിൽ ഏട്ടന് ഉറങ്ങാൻ പോകുന്നു. തീ പിടിക്കാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഏട്ടനാ തീ പിടിക്കുക ചെയ്യുക. നീരുണ്ടെ വിളിച്ചോന്നോ? ചോറിന് വെള്ളം വെച്ചിട്ട് എന്താണ് അടുപ്പെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് കത്തുന്നത്. കുടിവെള്ളത്തിൽ നിറച്ച് വെള്ളമുണ്ടോ? പൊടി കുറവുണ്ടെ കുറച്ചിട്ടോ ഉണ്ടോ? ആ മോട്ടർ പോയിട്ട് മോട്ടറൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. നിവേദ എണീറ്റില്ല. നിവേദ നല്ല ഉറക്കത്തിലവിടെ. സാധാരണ ഏട്ടൻ്റെ ചോറൊന്നും കൊണ്ടുപോകില്ല. ഇന്ന് വേറെ 2 ദിവസമായിട്ട് വേറെ ഏട്ടൻ്റെ കൂടെ പോകുന്നത്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാൻ തോന്നും. അടുത്ത് കടയിൽ നിന്ന് ഇല്ലാൻ തോന്നും. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇല്ലേ നമുക്ക് സുഖം അല്ലേ? അല്ലേ നമുക്ക് സുഖം. ചായക്ക് കറി മാത്രമാക്കിയാൽ രാവിലെ. പിന്നെ ഇനി മുതൽ ഹയർ സെക്കൻഡറീൻ്റെ ഇതായി കഴിഞ്ഞാൽ രാവിലെ എണീക്കേണ്ടി വരും. നിവേദന ചോറുന്നുണ്ട്. നിവേദനൊന്നും ചോറ് കൊണ്ടുവന്ന അവിടെ കുഴപ്പമില്ല. കണ്ണൂരിന്നു രഞ്ജിക്ക് കാണിക്കാം. നമുക്ക് കറി ഉണ്ടാക്കാം. എടുക്കട്ടെ. അപ്പം നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ തിളച്ചു. കടുകിട്ടു.
ഫോണിലേക്ക് കിട്ടുമോ? നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പുണ്ടല്ലോ, ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വാങ്ങി വെക്കുക. നാമ്പേക്ക് ചോറിൻ്റെ വെള്ളം കഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ രാവിലെ റേഷനരി ആയതുകൊണ്ട് രാത്രി തന്നെ പാട്ടിയൊരു പാത്രത്തിലിട്ട് മൂടി വെക്കും. അപ്പം നമുക്ക് രാവിലെ അതൊന്നും ചെയ്യണ്ട, കഴുകി അടുപ്പത്തിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ അരി കഴുകിയിട്ടെ. കടുകെല്ലാം പൊട്ടിക്കാണ്. കറിവേപ്പിലല്ലേ നമ്മളെ ചോറിന് നന്നായിട്ട് കത്തുന്നുണ്ട്. നമ്മളെ ഉണക്കം മീൻകറി, ഉണക്കം തക്കാളി ചോറായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നാൽ രാവിലെ അരിയേണ്ട പരിപാടിയൊന്നുമില്ല. ഇതുണ്ടാവും, ഒരു കുഴപ്പമില്ല. രാവിലെ എടുത്ത് തോരൻ വെക്കും. അതാകുമ്പോൾ പണിയിലാവുള്ളൂ. അല്ലെങ്കിൽ രാവിലെ എല്ലാം കൂടെ ചിലപ്പോൾ ആവുള്ളൂ. അതിന് നടുവിൽ അങ്ങോട്ടേക്ക് തോന്നും. ഏഴാളുടെ പോലും എന്നാലും ഒരു ടെൻഷനായിരിക്കും. ആവില്ലേ എന്നുള്ളത്. പിന്നെ പോവിടർന്നു പൊൻവസന്തം നോക്കിയിരുന്നു നേരെ നമ്മളെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ തോരനുള്ള സംഭവം ഇട്ടെടുക്കാം. ഏട്ടൻ തേങ്ങ എറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, തേങ്ങ എറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പണിയില്ല. നേരെ നമ്മളെ തോരനും മീൻകറി ആയിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഇടാം. അരച്ച് വെച്ച മാവാണ്, നല്ലോണം പൊന്തിയിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഉഴുന്ന് ദോശയാണ്. ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ്. ഒന്നും പത്തിരി ഇച്ചിരി ചോറും കൂടെ കൂട്ടി അരച്ച് വെച്ചതാണ്. നമ്മളെ കാട്ടും മീനൂട്ടിയെല്ലാം എണീറ്റിട്ടുണ്ട്. ചോറടുപ്പത്തിൻ്റെ അത്ര ചോറ് വെന്തില്ല. ഇവിടേക്ക് നമുക്ക് ദോശ ചൂടാം. ഇതെങ്കിലേ നമ്മളിവിടെ വാഴേൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ദോശ ഇങ്ങനെ ആക്കി കൊടുക്കും. ഏട്ടന് കട്ടി കുറച്ച് ഇടുന്ന ഇഷ്ടം. ചിലപ്പോൾ കട്ടി കുറച്ച് വിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ നല്ല രീതിയിൽ കിട്ടുമോയെന്നറിയില്ല.
ആദ്യത്തെ ദോശ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല. നമുക്ക് അടുത്ത ദോശ നോക്കാം. ഞാൻ പിന്നെ വരാം. നമ്മൾ തോരൻ കറി ഇതാ സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് തോരനാണ്. മീൻകറി ഇതാ, മീൻകറി നല്ല ഇതാ, എണ്ണയെല്ലാം നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം ദോശയും ചുട്ട് കഴിയാനായി. ഇതാ നമ്മുടെ കട്ടൻ ചായ, നമ്മളെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ചോറും വാർത്തിട്ടുണ്ട്. ദോശയില്ലായി. അന്നേരം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എപ്പം നമ്മൾ പറയുന്ന പോലെ പറയുന്നു, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റെല്ലാം ഇട്ടാലേ നമുക്കൊരു എന്താ പറയുക, നമ്മൾ വിജയത്തിലേക്ക് എത്താൻ പറ്റും. ലൈക്ക് എല്ലാം വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം. ബൈ ബൈ.